ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2024 9th എഡിഷൻ ഓഫ് ഇന്ത്യാസ്. നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഓക്കെ, ഹലോ അഷ്റഫ് കണ്ണൂർ. അതന്നെ കേട്ടോ, നടന്നിട്ട് വരാം. കാണണേ, ഇത് നോക്കിയ മോഡലുണ്ടോ? പോസ് ചെയ്യുന്നുണ്ടോ? ഓരോ മോഡൽ പോസ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹൈ ഗായ്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഒന്ന് അങ്കമാലി പോയേട്ടാ. സംഭവം വെച്ചാൽ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി. അവിടത്തേക്ക് പോയേട്ടാ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി കറക്റ്റ് 1 മണിയായിട്ടാ. 2:15 കണ്ണൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. ഞാനിടയ്ക്ക് അതിൽ എറണാകുളത്തേക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ 2:15 ട്രെയിൻ കേട്ടാ കണ്ണൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കൂട്ടി എടുത്തിട്ട് നേരെ കണ്ണൂർ പോകണം. അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ അങ്കമാലിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 1 മണിയായി. 1.25 മണിക്കൂറുണ്ട് ടൈം. അപ്പോൾ വേഗം വിടാം കേട്ടോ. ഓക്കെ, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. തുറന്നില്ലല്ലോ, വിടാം. ചാവി നമ്മുടെ സ്കൂട്ടി ചാവിയാ. കൂരിരുട്ട്. നമ്മുടെ ചെറുക്കൻ. ഗായ്സ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയട്ടാ. അപ്പോൾ വണ്ടി ഇവിടെ എത്താനായി. ഇപ്പോൾ എത്തുവട്ടാ. അതുകൊണ്ട് ഞാൻ വേഗം ബൈക്കിടെ വെച്ച് വേഗം വരെയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ കിഴക്കേ കവാടം ആ ഭാഗത്ത് വന്നു കേട്ടോ. കിഴക്കേ കവാടം ഭാഗത്ത് വന്നിട്ട് അവിടെ തന്നെ ഞാൻ നോർമലി പോകുമ്പോൾ വരത്ത്. എന്നിട്ട് ഇവിടെ വണ്ടി വെച്ച്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 25 രൂപ കേട്ടോ നമ്മുടെ ബൈക്ക് വെക്കാൻ. അപ്പോൾ അവിടെ വണ്ടി വെച്ച് നേരെ ഇപ്പം വന്നു. 3:00 വരിക. മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എത്താനായി. അങ്ങനെ പ്ലാറ്റ്ഫോം 3 എത്തി. പ്ലാറ്റ്ഫോം 3 1 2 3 4 ഇവിടത്തേക്കാണ് വണ്ടി വരേണ്ടത്. 3ലേക്ക്. ഇവിടെ ഏതൊരു വണ്ടി ഇങ്ങനെ ഓൾറെഡി നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു വണ്ടി ഉണ്ട് ഇവിടെ. പിന്നെ അപ്പുറം ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. വേണ്ട, ഇപ്പുറം ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതിനാ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിന്. ഒരു എറണാകുളം പോകുമ്പോൾ ഞാൻ കാണിച്ചിനി ഫുള്ള് പരസ്യമായിട്ട്. വേണ്ട, ഫുൾ പരസ്യമായിട്ട്. നമുക്ക് ജനറലാണ് അങ്ങ് പോവാട്ടോ. ഓക്കെ, ബാക്കിലേക്ക് പോവാം. ആള് കുറവാന്നല്ലേ ഇന്ന് കണ്ണൂരിൽ നിന്ന് കയറാൻ. ജനറലാണ് ടിക്കറ്റ് എടുത്തത്. സ്ലീപ്പറിലേക്ക് നോക്കിയിട്ട് മാറണം, ഉറങ്ങണം. നോക്കിയിട്ട് സ്ലീപ്പറിലേക്ക് മാറാട്ടോ. ഓക്കെ, ജനറൽ എടുത്തത്. ഞാൻ ഓടിപ്പിടിച്ച് വന്നല്ലേ, ഒന്നും ബാക്കെത്തി. കംപ്ലീറ്റ് AC ആണല്ലോ കാണുന്നു. ജനറൽ സെക്കൻഡ് ക്ലാസ്. ആൾക്കാരുണ്ട് കേട്ടോ, തിരക്കില്ല, തിരക്കൊന്നുമില്ല. ബട്ട് ഷാളുണ്ട്. ഇവിടെ കയറാം. എൻ്റെ മോനെ, ഇവിടെ കയറാൻ കഴിയില്ലല്ലോ, കിടന്നിട്ടല്ലേ. ഇവിടെ ആൾക്കാർ കിടന്നിട്ടേ ഇല്ല. ഇവിടെ കയറാം. ഇരിക്കാനും കഴിയില്ല കേട്ടോ, ഇരിക്കാനും കഴിയില്ല. സ്ലീപ്പറിലേക്ക് നോക്കിയിട്ട് മാറണം. അങ്ങനെ ഷൊർണൂർ എത്തിയട്ടോ. അവിടെ 1 മണിക്കൂറായി പിടിച്ചിട്ട് സംഭവം കാണിച്ചോ. വേസ്റ്റൊക്കെ ഫുൾ പ്ലാസ്റ്റിക്കും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ട് പോവുക. കുറച്ച് ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ട് പോവുക. കുറച്ച് ആൾക്കാർ പൈസ കൊടുക്കും. ഇങ്ങനെ ഇത് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് തീരെ ഉറങ്ങിയിട്ടാട്ടോ. ഗായ്സ്, അങ്ങനെ വണ്ടി എടുത്തേട്ടാ ഷൊർണൂർ നടക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ എടുക്കണ്ടയാ. ഇതെന്തിനാണെന്നറിയില്ല ഇവിടെ പിടിച്ചിട്ടത്. ഇപ്പം സമയം 7:30 മണിയായി. ഇപ്പം 7:30 മണി. എന്തിനാ പിടിച്ചിട്ടെന്നറിയില്ല. ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും ഇവിടെ വെച്ചിട്ട്. 1.5 മണിക്കൂർ, 1 മണിക്കൂറിന് മുകളിലായി അല്ലേ?
ഒരു 1.5 മണിക്കൂറായി. അങ്ങനെ ഞാൻ തൃശ്ശൂർ കഴിഞ്ഞാട്ടോ, ഷൊർണൂർ കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് ഇനി ആലുവ. അപ്പോൾ അങ്കമാലി സ്റ്റോപ്പില്ല, അപ്പോൾ ആലുവ ഇറങ്ങണം. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, അവിടെ നിന്ന് പറഞ്ഞുതരാം, വേറെ വഴിയില്ല. പിന്നെ ഷൊർണൂർ 1 മണിക്കൂറിലധികം വണ്ടി ഇട്ട് 7:30 മണി കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. എന്താ അവസ്ഥ, ഇങ്ങനെ ഇരുത്തം തന്നെ. പിന്നെ ഒരാൾ എന്താ പറയുക, വേസ്റ്റ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നില്ലേ, അതാരും ഏൽപ്പിച്ചൊന്നല്ല കേട്ടോ, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അവരവരെ ഇഷ്ടത്തിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരിക്കുന്നവരോടെല്ലാം പൈസ വാങ്ങുന്നതാണ്, അവരോടെല്ലാം ഇങ്ങനെ പൈസ വാങ്ങും. ട്രെയിനിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോ, പേര് പറഞ്ഞോ? ഹലോ, എൻ്റെ പേര് അഭിനന്ദാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം വർക്കല. എല്ലാവരും വീട്ടുകാരെന്ന് തോന്നുന്നു. വർക്കലയിലാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. മധ്യപ്രദേശ്. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുക, നാട്ടിലോട്ട് വരിക. പിന്നെ പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും ഒരു കാര്യം പറയുകയാണ്, അവിടെ നല്ല ചൂടാണ്. ഇപ്പോഴത്തെ സീസൺ കഴിഞ്ഞിട്ട് പോവുക. ഓക്കെ, അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയേട്ടാ, എത്തിയില്ലേ? സംഭവം വെച്ചാൽ ഈ വണ്ടിക്ക് എന്താ പറയുക, അങ്കമാലിയിൽ സ്റ്റോപ്പില്ല, ആലുവ ഇറങ്ങണം. അതായത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് അങ്കമാലി സ്റ്റോപ്പില്ല. ആലുവ ഇറങ്ങിയിട്ട് വേറൊരു വണ്ടിക്ക് അങ്കമാലിയിലേക്ക് പോകണം, അതായത് അങ്ങോട്ടേക്ക് തന്നെ പോകണം. നമ്മൾ വന്ന വഴിക്ക് പോകണം. ആ സംഭവം. അങ്കമാലി സ്റ്റോപ്പ് ഇപ്പം കഴിഞ്ഞു. അങ്കമാലി ഇപ്പം കഴിഞ്ഞു കേട്ടോ. ഇനി ആലുവ പോയിട്ട് അങ്കമാലിയിലേക്ക് വേറെ ട്രെയിനിന് പോകണം. നമ്മളെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അങ്ങ് അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് അത് ഇൻഡിക്കോ കേട്ടോ. വേറെ കുറേ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അതൊരു ഫ്ലൈറ്റ് ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊന്നിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇറങ്ങുന്ന, ഒന്ന് ലാൻഡിങ് വേണ്ട, ഒന്ന് ലാൻഡ് ചെയ്ത് അവിടെ. കുറേ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. വണ്ടി സ്ലോ ആയി കേട്ടോ, ഇവിടെ എത്തുമ്പോൾ വണ്ടി സ്ലോ ആയി. ഇതൊന്ന് വളക്കുന്ന ഒരു ഫ്ലൈറ്റ് ഇപ്പം വന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. ഇങ്ങനെ ഒന്ന് വളക്കുന്നുണ്ടോ, ഇതൊന്ന് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിലൂടെ ഇപ്പോൾ ഇറങ്ങിയിട്ട് പോയി കേട്ടോ അങ്ങോട്ടേക്ക്. ഇതൊന്ന് വരുന്ന വേണ്ട, ഒന്ന് അങ്ങോട്ട് വളച്ചിട്ട് പോകുന്നതാ, വളച്ച് പോകുന്ന. കൊച്ചിൻ എയർപോർട്ട് ഗൈസ്. അങ്ങനെ ആലുവ എത്തിയേട്ടാ. ആലുവ റെയിൽവേ സ്റ്റേഷൻ പറ്റുന്നോ? കാണാമോ ഗൈസ്? അങ്ങനെ ആലുവ ഇറങ്ങി. ആലുവ പുഴയുടെ തീരത്ത് ആരോരും ഇല്ല നേരത്ത്. ഇനിയെന്താ പരിപാടി എന്ന് വെച്ചാൽ വെയിൽ തണൽ. ഇനിയെന്താ പരിപാടി എന്ന് വെച്ചാൽ 10 സംതിങ്ങിന് നോക്കട്ടെ, ടൈം നോക്കട്ടെ. 10:15 ഇവിടുന്ന് വണ്ടി ഉണ്ട് കേട്ടോ അങ്കമാലിയിലേക്ക്, വേണാട് എക്സ്പ്രസ്. ഒരു സ്റ്റോപ്പ്, നെക്സ്റ്റ് സ്റ്റോപ്പാണ് അങ്കമാലി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനി ഒരു സ്റ്റോപ്പും കൂടി വേറെ ട്രെയിനിൽ പോകണം. അതന്നെ പരിപാടി. പറ്റേ ഇപ്പോൾ സമയം എന്നറിയാം, ഇപ്പോൾ സമയം അയ്യോ എന്തോ തടഞ്ഞ്. ഇപ്പോൾ സമയം 9:17 കേട്ടോ. അപ്പോൾ 10:15 വണ്ടി. അപ്പോൾ 1 മണിക്കൂർ ഇവിടെയും പോസ്റ്റ്. എന്താണല്ലേ പോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഷൊർണൂർ നല്ല പോസ്റ്റായിരുന്നു കേട്ടോ. ഷൊർണൂർ 1.5 മണിക്കൂറിലധികം ഷൊർണൂർ ഇട്ട് വണ്ടി. എന്തിനാണെന്നറിയില്ല. 7:30 മണിക്ക് ശേഷമാണ് വണ്ടി എടുത്തത്. അതുവരെ ഒരേ ഇടൽ വണ്ടി വെച്ചെടുത്ത് തന്നെ. ഏതെങ്കിലും വണ്ടിയെല്ലാം പാസ് ചെയ്യാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇനി 1 മണിക്കൂർ ഇവിടെ പോസ്റ്റ്, എന്നിട്ട് 10:15 വണ്ടി, അതിന് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, നമ്മൾ വന്ന വണ്ടി പോയി കേട്ടോ. എന്താ ചീറിപ്പാൻ പോകുന്നു, നല്ല സ്പീഡായി. ഇതെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാ കേട്ടോ. ഇത്രപ്പോടെ ആൾക്കാരല്ലേ, എന്തോരം ആൾക്കാരാ. ഓക്കെ, ഫുൾ ആൾക്കാരാ. എന്താ വണ്ടി പോയി.
അത് നമ്മൾ പരിചയപ്പെട്ട ചെക്കനുണ്ട് അതിനുള്ളിൽ. ഗായ്സിനാണ്ടല്ലോ ചാടിക്കാൻ വന്നിട്ടല്ലേ, ഏതായാലും 1 മണിക്കൂർ ടൈമുണ്ട്. ചാടിക്കട്ടെ, ചാടിച്ചിട്ടില്ല. അതുപോലെ ചായയും പറഞ്ഞ് ഒരു പപ്സിനും പറഞ്ഞു. ചായ എത്തി, ചായ ഒരു പപ്സ് 2 എത്തിയിട്ടുണ്ട്. ചാടിക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ തിരിച്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോം 3ലേക്കാണ് വണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ പ്ലാറ്റ്ഫോം 3ലേക്ക് എത്തി. സ്റ്റെയറെല്ലാം കയറി മറിഞ്ഞ് നടന്ന് കയറി ഞാൻ പ്ലാറ്റ്ഫോം 3ലെത്തി കേട്ടോ. 10:15 വണ്ടി എത്തും. ഇപ്പം 10 മണിയാണ് അത്ര കേട്ടോ. ഓക്കെ ഗേൾസ്, അങ്ങനെ വണ്ടി വന്നു. ജേടിയാണ് വരട്ടെ കേട്ടോ. ഓക്കെ ഗേൾസ്, അങ്ങനെ വണ്ടി എടുത്തു കേട്ടോ. ഞാൻ കയറിയത് എന്താ ചേർക്കേറാ. ഒരു സ്റ്റോപ്പല്ല, കുഴപ്പമില്ല. ആലുവ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റോപ്പ് അങ്കമാലി. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം. കുഴപ്പമില്ല, വിടുക. ഇരിക്കുന്നില്ല, നിൽക്കാം. ഓക്കെ, നമുക്കിങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ആലുവ കാഴ്ചയെല്ലാം കണ്ടിങ്ങനെ നിൽക്കാം. ഡോറിൻ്റെ അടുത്ത് ഞാൻ നിൽക്കില്ല, കുറച്ച് പുറകോട്ടോ. ഡോർ ചെയ്താ കേട്ടോ. പറ്റുമെങ്കിൽ കാലിങ്ങനെ വെക്കുക. കാലിങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്യുക, നിൽക്കാം. അതാകുമ്പോൾ സേഫായി. ഞാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നു. എന്നാലും ഡോറിൻ്റെ അടുത്ത് നിൽക്കില്ല, കുറച്ച് ബാക്കോട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ ഓടിക്കയറിയ കമ്പാർട്ട്മെൻറ്റാണ്. ആലുവപ്പുഴ. ആലുവ പുഴയുടെ തീരത്ത് എന്താണ് ആലുവപ്പുഴ. എൻ്റെ അമ്പോ ഒരു സംഭവം ഇപ്പോൾ കണ്ട. ഇത് നോക്കിയേ, ഇതുണ്ടോ വെള്ളം ധരിക്കുന്നതന്നെ. ഇതാ ഉയ്ഷ്. ഇവിടുന്ന് പോയി അപ്പുറം പോട്ടെ. വല്ലാത്ത അവസ്ഥ ഗൈസ്, വല്ലാത്ത അവസ്ഥ. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് അറിയാം നിങ്ങൾക്ക്. ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നമുക്ക് അങ്ങത്തോളം കാണാം. അങ്ങ് വരെ കാണും. ഇതുണ്ടോ, അങ്ങ് വരെ കാണും, അങ്ങ് വരെ. അതുപോലെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങ് വരെ കാണാം കേട്ടോ. സംഭവം ഫുൾ ജോയിൻ്റ് അല്ലേ. നടന്നു പോവാം, അങ്ങത്തോളം നമുക്ക് നടന്നു പോവാം ഫുള്ള്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, രസം അടിപൊളിയാണ്. ഫുള്ള് നമുക്ക് അങ്ങത്തോളം നടന്നു പോകാം കേട്ടോ. ഇത് സെൻറ്ററിൽ ഡോറായതുകൊണ്ട്, ഡോറ് സെൻറ്ററിലാണ്. പിന്നെ ഒന്നാമത് ബസ്സിലിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫുള്ള്. ഞാൻ അങ്ങനെ എപ്പോൾ 1-2 വട്ടം ഇതിൽ കയറിയില്ല കേട്ടോ, ഈ കമ്പാർട്ട്മെൻറ്റിൽ. ഇത് നമ്മളെ വീണ്ടും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ഫ്ലൈറ്റ്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് നിർത്തിയിട്ടാണ്. വാവ്, ഇത് ഫുള്ള് പ്ലാന്റ്, സോളാർ ഫുൾ സോളാർ. അങ്ങ് അവിടെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ, എടുത്തു. ഇത് അങ്ങ് ഇവിടെ അല്ല എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയിട്ടാ, പെട്ടെന്ന് എത്തി. നല്ല വെയിലാണല്ലോ ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അടിപൊളി വെയിൽ, സൂപ്പർ വെയിൽ, സൂപ്പർ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ഏത് ഭാഗത്താണ് പടച്ചോനെ, ഏത് ഭാഗത്താണ്? ഗുയിസ്, ഈ ഭാഗത്തോ? ഈ ഭാഗത്തിറങ്ങാം. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അങ്കമാലി എത്തി ഗോയ്സ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ ഫോട്ടോ ഫെസ്റ്റിൻ്റെ ട്രാവലറുണ്ട് ഇവിടെ, 2 ട്രാവലറുണ്ട്. ആദ്യം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 2 ട്രാവലറുണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത്.
2 ട്രാവലർ. ഇതിനാൾ ഫുള്ളാണെന്നല്ല. ഫുള്ളാ? ഒരാളുടെ ഓക്കെ. അങ്ങനെ ഫ്രണ്ടിൽ ട്രാവലർ എടുത്ത് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫറും ആൾക്കാരൊക്കെ ആട്ടോ. സ്റ്റുഡിയോൻ്റെ ആൾക്കാരൊക്കെയാണ് ഫുള്ള്. ഏതോ നാട്ടിലുള്ളവർ, പല പല നാട്ടിലുള്ളവർ. റെയിൽവേ സ്റ്റേഷനിൽ ഇതിൻ്റെ ആൾക്കാർ ഫോട്ടോ ഫെസ്റ്റിൻ്റെ വകയുള്ള വണ്ടിയാട്ടത്. ഫ്രീ ആയിട്ട് ആൾക്കാർ കയറുന്നു. ആൾക്കാരിങ്ങനെ കയറുന്നുണ്ട്. ബാക്ക് വണ്ടി കുറച്ച് ലൈറ്റ് ആവില്ലേ? അങ്ങനെ മെയിൻ റോഡിൽ കയറി അങ്ങനെ എത്തി. ഇതാ ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2024. ഇതാണ് അറ്റ്ലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. വാഹനം നോക്കിയ വാഹനം കണ്ടോ, വണ്ടി കണ്ടോ, കാറ് കണ്ടോ, ഭയങ്കര ആളുള്ള കണ്ടോ, മൊത്തമായിട്ട് കണ്ടോ. ഇതാണ് എൻട്രൻസ് കേട്ടോ. കണ്ടോ, നമുക്കെല്ലാം കാണാം, എല്ലാം കാണാം. അതില്ലേ അങ്ങനെ ഇറങ്ങി ക്വീസ് അകത്ത് കയറാം കേട്ടോ. അകത്ത് കയറിയിട്ട് നോക്കാം. ഒരുപാട് കാണാനുണ്ടാവും കേട്ടോ. എൻട്രൻസ് കണ്ടോ, ഇതാ ആന 2 സൈഡിൽ ഓരോ ആനയുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട് കേട്ടോ. AKPൻ്റെ ഫോട്ടോ പോയിൻ്റ് ഉണ്ടോ. ഫുള്ള് സംഭവം കാണിച്ചു തരാം കേട്ടോ. സാധനം കിട്ടി. ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കൂപ്പണാണ്, അത് ഫില്ല് ചെയ്തിട്ട് അതിലിട്ട് കേട്ടോ, ബോക്സിലിട്ട് നമുക്ക് അകത്ത് തരാം. ഐഡൻറ്റി കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2024 9th എഡിഷൻ ഓഫ് ഇന്ത്യാസ് പ്രൈം ട്രേഡ് ഫെയർ ഇൻ ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് പ്രിൻറ്റിങ്. ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2024 ജൂൺ 13, 14, 15 തീയതി. ഇന്ന് 14-ാം തീയതി കേട്ടോ. ഇന്ന് 14. അപ്പോൾ ഇത് കഴുത്തിലിടാം. എന്താ കുറേ ക്യാമറയും കാര്യങ്ങളും. സോണിൻ്റെ ലെൻസ് കണ്ടോ, സോണിൻ്റെ ലെൻസ്. അതുപോലെ ഇതാ മോഡലിനെ കണ്ടോ, ഫോട്ടോഷൂട്ടിൻ്റെ മോഡലാണ്. സ്വന്തം ക്യാമറയിൽ മോഡൽ എടുക്കാം കേട്ടോ. ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ, പോസ് ചെയ്യുന്നുണ്ടോ, ഓരോ മോഡൽ പോസ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു മോഡലുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഒരു മോഡലുണ്ട്, ഇവിടെ ഒരു മോഡലുണ്ട്. ഇതെല്ലാം ക്യാമറ പൊളിയല്ലേ. ഇതെല്ലോ കാണാനുണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ ക്യാമറ ഉണ്ട്. നിക്കോൺ കേട്ടോ, നിക്കോൺ ക്യാമറൻ്റെ ഇതാണ്. ഫുൾ ക്യാമറ എടുത്തിട്ട് ആൾക്കാർ ഇതാ ഫോട്ടോഷൂട്ട് കണ്ടോ. അങ്ങനെ ഇരിക്കുന്നു. എല്ലാം കാണിച്ചു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഓക്കെ, ഇതെല്ലാം ക്യാമറൻ്റെ ഏകദേശം എല്ലാ സെറ്റപ്പും ഉണ്ടാവും കേട്ടോ. ഇവിടെ ഏകദേശം സംഭവം ഉണ്ടാവും. ലൈറ്റപ്പും ക്യാമറയും എല്ലാം ഉണ്ടാവും. ഉണ്ടോ, ലൈറ്റപ്പ് ഉണ്ടോ, ഫുള്ള് ലൈറ്റിനെ കൊണ്ട് ഉണ്ടാവും. അതുപോലെ ആൽബംസ് ഉണ്ടോ, ആൽബംസിൻ്റെ ടീംസാട്ടോ ഇത് കണ്ടോ. ക്യാപിറ്റൽ ഫോട്ടോ ബുക്സ്, ഫ്രീ ഷിപ്പിംഗ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിൻ്റെ ആൽബത്തിൻ്റെ മോഡലാട്ടോ. ആൽബം മോഡൽസ് ഇങ്ങനെ നോക്കാം കണ്ടോ. വെഡ്ഡിങ് ആൽബത്തിൻ്റെ മോഡലാണ്. ഓക്കെ കണ്ടോ, ആൽബത്തിൻ്റെ മോഡൽസ്. മാറ്റ് കേട്ടോ, സിൽക്കി മാറ്റ് കേട്ടോ. ഇത് സിൽക്കി മാറ്റ്. അങ്ങനെ പല മോഡൽസ് ആട്ടോ. ബോക്സ് അടക്കുന്ന സെറ്റപ്പ്. ഇത് ഗ്ലാസ് ടൈപ്പാണ്.
അത് ബോക്സ് ഇതാട്ടോ, കവറാണ് കവർ. ചട്ട എന്ന് പറയും, ചട്ട ഗ്ലാസ് ടൈപ്പ് കേട്ടോ. സംഭവം കൊള്ളാം. അങ്ങനെ പല മോഡൽസ് കേട്ടോ. നമുക്കിങ്ങനെ നടന്ന് കാണാം. ഓക്കെ, ഇതാ അത് വേറൊരു ആൽബത്തിൻ്റെ തന്നെ കണ്ടോ, ഫുൾ ആൽബംസ്. ഇത് പ്രിൻ്റ്, ഓരോ പ്രിൻ്റ്. ഇത് ആൽബത്തിൻ്റെ പ്രിൻ്റ് മെഷീനാട്ടോ ഇത്. കണ്ടോ, പ്രിൻറ്റിങ് മെഷീൻ. നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഓക്കെ, ഡ്രൈവറിന് ഹലോ. ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങൾ ടീമായിട്ട് വന്നെയാ? നമ്മള് എല്ലാരും ഉണ്ടോ, പയങ്ങാടിക്കാർ മൊത്തം ഉണ്ട്. നിങ്ങൾ ബസ്സിന് 5 സീറ്റ് വേണ്ട, 3 സീറ്റ് വേണ്ട. നീ വരുന്നോ തിരിച്ച്? ഞാൻ ട്രെയിന്. എന്താ പിന്നെ സുഖല്ലേ? ഫ്രെയിംസ് ആണ് ഇതാ, ഫുൾ ഫ്രെയിംസ് കണ്ടോ. പല ടൈപ്പ് ഫ്രെയിംസ്, പല സൈസ്, പല ടൈപ്പ് ഫ്രെയിംസ് കേട്ടോ. കണ്ടോ, ഫ്രെയിംസിൻ്റെ മോഡൽ ഇതാ, പല മോഡൽസ് കണ്ടോ. എല്ലാം സ്പീഡായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബോറടിപ്പിക്കാണ്ട് സ്പീഡായിട്ട് കാണാം. കംപ്ലീറ്റ് സ്പീഡിൽ കാണിച്ചു തരാം കണ്ടോ. ഓക്കെ, പല മോഡൽസ്. ഓക്കെ, ഒരു ബാഗ് ടൈപ്പ്. ഇതൊരു സംഭവം വിളി. ഒന്നുകൂടി പറ. എടുത്ത് വിജയചേട്ടൻ്റെ ഞാൻ നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. എന്നിട്ട് വിജയചേട്ടനെ വിളിച്ച്, കാരണം ഞാൻ നമ്പറിന് വേണ്ടിക്ക്. അഷ്റഫ് കണ്ണൂർ. അതന്നെ കേട്ടോ, നടന്നിട്ട് വരാം. കാണണേ. ഇതാ ലൈറ്റിൻ്റെ എന്താ പറയുക, ലൈറ്റിൻ്റെ സെക്ഷൻ. ഓക്കെ, ബാഗിൻ്റെ കളക്ഷൻ, ബാഗിൻ്റെ സെക്ഷൻ ആട്ടെ ഇത്. 1.5 കളക്ഷനാണ്. ക്യാമറ ബാഗ്സ്, ലൈറ്റിൻ്റെ ബാഗ്, സ്റ്റാൻഡിൻ്റെ ബാഗ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബാഗും ഉണ്ടാവും കേട്ടോ. ഉണ്ടോ, പല ടൈപ്പ് ക്യാമറ ബാഗ്സ്. ഇതെന്താ സംഭവം? ഫ്രെയിംസ് കേട്ടോ, ഡിഫറെൻറ്റ് ഫ്രെയിംസ് കണ്ടോ. സെറ്റ് 400, 300 ഇത് മാത്രം. ഇവിടെ ക്യാമറൻ്റെ ബാറ്ററി കേട്ടോ. ഉണ്ടോ, ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും, ഭയങ്കര തിരക്കാണ്. ആൾക്കാരൊക്കെ ഉണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? കുട പിടിച്ചിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കും, അറിയാത്തവർ വിചാരിക്കും. നമ്മളെ ലൈറ്റിൻ്റെ കേട്ടോ, അത് കുട കണ്ടോ, ലൈറ്റിൻ്റെ കുടയാ. ഇത് നോക്കിയാ മോഡലുണ്ടോ? ഓ, അതുപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. മുട്ടത്തോടാ എന്താ സംഭവം ഇത്? അമ്മ അതിൻ്റെ മെറ്റീരിയൽ ഇത് വെക്കുന്ന കേട്ടോ. അതുപോലെ ഗ്ലാസ് ഇതാ, മഗ് പല കളർ മഗ് ഇതുണ്ടോ. പില്ലോ ഓക്കെ, ആണോ? പില്ലോ ഉണ്ടോ? പില്ലോ അതിന് മെഷീൻസ് ഒക്കെ ആട്ടെ ഇത് കണ്ടോ. അതിൻ്റെ എല്ലാം മെഷീൻ ഫുള്ള് ഇതന്നെ കേട്ടോ. കണ്ടോ, ലൈറ്റപ്പും കാര്യങ്ങളും. ലൈറ്റപ്പ് ഫുൾ ലൈറ്റപ്സ്. ബാറ്ററി ബാറ്ററി ഉണ്ട്. ഇത് റേറ്റ് 400 1800 milliamps. 400 ആണോ? 1800 milliamps. ഇത് 1000 milliamps.
ഇത് 400 ആണോ? പയ്യനുണ്ട് അവിടെ പറഞ്ഞാൽ മതി. ആ ഓക്കെ. അടിച്ചു വെച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അടിച്ചു വെച്ചിട്ട് പറഞ്ഞോളൂ. അടിക്കണ്ട പറഞ്ഞാൽ മതി. അടിച്ചു വെച്ചിട്ടുണ്ട്. 400 അല്ലേ? 600, 800, 900 പല റേറ്റ് കേട്ടോ. അല്ലേ? കുറച്ച് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാം. അതന്നെ ഫ്ലാഷിനാകുമ്പോൾ ധൈര്യത്തിലിടാൻ പറ്റില്ല. അതാണ് 400 പോലും ബാറ്ററിക്ക്. പിന്നെ 600, 600, 900 ഒക്കെ ഉണ്ട്. ആ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓ അതെയാ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ എടുക്കാമല്ലേ? ഇത് 600. നല്ല ടൈപ്പ്. അതേപോലെ ചാർജറും കാര്യങ്ങളും ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തരും കേട്ടോ. ഉണ്ടോ കയ്യിൽ വെക്കാം. DJൻ്റെ ടീം ഇതാ DJ Air 3. DJ Air 3 സംഭവം പെൻഡ്രൈവിൻ്റെ ബോക്സ് കേട്ടോ. പെൻഡ്രൈവ് ബോക്സ് 40 രൂപ. മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സ്റ്റിക്കിംഗ് ചാർജ് ഡിഫർ ആകും. അപ്പോൾ കാസ്റ്റ് ഡിഫർ ആകും. ഡാറ്റ റിക്കവറി നമുക്ക് നമ്മൾ ഹാർഡ് ഡിസ്ക് ഇതെല്ലാം അടിച്ചു പോയില്ലെങ്കിൽ അവർ റിക്കവർ ചെയ്ത് തരും, എടുത്തു തരും. അതിലത്തെ ഡാറ്റയിൽ എടുത്തു തരും. ഇത് ഏരൂട്ട് നടന്ന് എവിടെ എത്തിയെന്നൊന്നും തിരിയുന്നില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോവാട്ടോ. എല്ലായിടത്തും സ്റ്റാളാണ്, കംപ്ലീറ്റ് സ്റ്റാൾ. എന്നാൽ ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്യല്. ആ ഇത് വേറെ ഇതുണ്ടോ ടീഷർട്ട് പ്രിൻറ്റിങ്. ഇങ്ങനെ ഉണ്ടോ തന്നതാ. ചെറിയ ടീഷർട്ടൊക്കെ ഇട്ട് മോഡൽ വെച്ചിട്ട് കണ്ട പ്രിൻ്റ് ചെയ്തിട്ട്. അതുപോലെ ചെറിയ ബാഗ്സ് കണ്ടോ. ഞാൻ ഒന്ന് നടന്ന് കാണട്ടെ. ഓക്കെ ഗായ്സ്, ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് വിശക്കുന്നു. ബീഫ് ബിരിയാണി. ആരിച്ചു സേ ഹായ്. നമ്മുടെ സ്വന്തം ആയുസ് ഭായ് ആണ്. പെട്ടെന്ന് നോക്കേ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട് സത്യം പറഞ്ഞാൽ. ബീഫ് കറി ചോദിച്ചതോ ഈ സംഭവം? കറി നെയ്ച്ചോറിൽ നമ്മൾ കറി വെച്ചിട്ട് കഴിക്കുന്നില്ലേ, ആ ഒരു ടൈപ്പ് സാധനം കേട്ടോ. റൈസ് ഒന്നും പറയാനില്ല, കഴിച്ചോളാം. അവസ്ഥ അങ്ങനെയാണ്. ഇതിന് നേരെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലാട്ടോ. അവർക്കറിയുന്ന തിരക്കുണ്ടാവും. അതുകൊണ്ടെല്ലാം കടിച്ചു പിടിച്ച് കുറച്ച് തരി കുറച്ച്. പീസും ഇല്ല, റൈസും ഇല്ല. 170 റുപ്യ ഒരു ബീഫ് ബിരിയാണിക്ക്. ക്വാണ്ടിറ്റി ഇല്ല. കഴിച്ചോക്കട്ടെ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. സാധനം കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. ആയിക്കോട്ടെ ഗായ്സ്, അങ്ങനെ പരിപാടി കഴിഞ്ഞ കേട്ടോ. ഇവിടുന്ന് പോവാൻ. അപ്പോൾ ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക്. അതാ പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നമ്മളെ ഫോട്ടോ ഫെസ്റ്റ് നടന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതാണ് അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. അങ്ങനെ ട്രാവലർ എത്തി. ട്രാവലറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഫോട്ടോ ഫെസ്റ്റിൻ്റെ എന്താ പറയുക, അവരവകയുള്ള ട്രാവലറാട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രാവലർ കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. കുറേ ആൾ കയറാനുണ്ടല്ലോ. ഞാൻ ഒരാളായതുകൊണ്ട് ഇതിൽ കയറാട്ടോ. കയറാം. ഫോട്ടോയോട് കയറാൻ പറ. അങ്ങനെ വണ്ടി വിട്ടു കേട്ടോ. വണ്ടി എടുത്ത് ഗായ്സ്, ഞങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയേട്ടോ. നേരത്തെ എത്തിന് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. എന്താ അങ്കമാലി കാലടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മുകളിലെല്ലാം എന്തോ സെറ്റപ്പ് നടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവാടം. പുതിയ വരുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ആ കവാടം.
അത് സെറ്റായിട്ടില്ല, മുകളിലെല്ലാം സെറ്റാക്കണം അത്രേ. പിന്നെ ഞാൻ നേരത്തെ എത്തീനി, നേരത്തെ എത്തി വല്ല ചായലും കുടിച്ച് ഇവിടുന്ന് കുറച്ച് ഇറങ്ങി. ഇപ്പോൾ സമയം എന്താ പറയുക, ഇപ്പോൾ 8:30 മണിയാട്ടോ, രാത്രി 8:30 മണി. നമുക്ക് 12:30 ശേഷമാണ് ട്രെയിനെപ്പോൾ അറിയാം പറഞ്ഞുതരാം. അങ്കമാലി ടു കണ്ണൂർ 12:45 കേട്ടോ. ഇവിടെ അങ്കമാലിയിൽ രാവിലെ 6:37 എത്തുന്നതാണ് കാണിക്കുന്നത്. 12:45 അങ്കമാലിയിലെത്തും, 6:37 കണ്ണൂരെത്തും കേട്ടോ. അപ്പോൾ നമുക്ക് 12:37 വരെ ഇവിടുന്ന് ഇറങ്ങണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് കണക്ക് ഇതാ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. മുകളിൽ ഷീറ്റെല്ലാം ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ടെന്ന് തോന്നട്ടോ. കണ്ടോ, മുകളിൽ കമ്പി മാത്രമുണ്ട്, ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, ബ്ലാങ്കാണ്. ഇവിടെ എല്ലാം എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങവിടെ കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങപ്പുറം. ഇതൊരു വണ്ടി വന്നിന്, ആൾക്കാർ ഓടുന്നു കണ്ടോ. അപ്പുറ സൈഡല്ലേ ഇപ്പുറത്തെ ഓടിയിട്ട് എങ്ങനെ ഇപ്പോൾ അവർ പോക്ക്. റെയിൽ ക്രോസ് ചെയ്തിട്ട് കയറുന്നു, കാരണം അവർ അപ്പുറത്തേ എത്തുമ്പോഴത്തേക്ക് വണ്ടി വിടും. അവനവിടുന്ന് കയറുമ്പോൾ തന്നെ മുട്ടടിച്ച് ആ സ്റ്റപ്പിന്. വേസ്റ്റ് ഓക്കെ, റെയിൽവേ ട്രാക്ക് കംപ്ലീറ്റ് വേസ്റ്റ് ആട്ടോ. കണ്ടോ, കംപ്ലീറ്റ് വേസ്റ്റ്. ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇതിപ്പുറം കയറുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റെയറിലുണ്ട് അപ്പുറം ബ്രിഡ്ജുണ്ട്. അവിടെ ബ്രിഡ്ജുണ്ട്, അത് കയറാൻ നിൽക്കുന്നില്ല ആൾക്കാർ. ഇതുപോലെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എന്താ അതിൽ ഒരാൾ പോയിട്ട് കയറുന്ന കണ്ടോ. ഈ ഇതുണ്ടോ, എന്താ പറയുക, ഫുൾ പ്ലാസ്റ്റിക്കും കടലാസും കേട്ടോ, വേസ്റ്റാണ്. അപ്പോൾ ഇനി പോസ്റ്റ്, വീണ്ടും പോസ്റ്റ്. കുറച്ച് മണിക്കൂർ, 8 മണിയല്ലേ, 9, 10, 11, 12. 4 മണിക്കൂറോളം വീണ്ടും പോസ്റ്റാണ് ഗുയ്സ്. ആ വണ്ടി എടുത്തു കേട്ടോ, ആ വണ്ടി പോന്നു, വണ്ടി എടുത്തു ഇത് അങ്ങോട്ടേക്ക് പോകുന്ന എറണാകുളം അങ്ങോട്ട് പോകും. അങ്ങനെ വണ്ടി എത്തിയേട്ടാ. ചവിട്ടൂലേ? ഗൈസ് അങ്ങനെ കണ്ണൂരെത്തിയേട്ടാ. വണ്ടി ഇറങ്ങി നടക്കുന്നത്, നമ്മൾ ബൈക്ക് വെച്ചെടുത്തേക്ക് നടക്കുക. നമ്മൾ വന്ന വണ്ടി ഇതിങ്ങ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടം എത്തിയിരിക്കുകയാണ്. കിഴക്കേ കവാടം. ഇനി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ. പാർക്കിങ്ങിലെത്തി. കിഴക്കേ കവാടത്തുള്ള പാർക്കിങ്ങാണിത്. കിഴക്കേ കവാടത്തിലെ പാർക്കിങ്. നമ്മളെ വണ്ടി എടുത്തു, വണ്ടി ഇല്ലേ ഗൂസ്. അങ്ങനെ വണ്ടി എടുത്തേട്ടാ നേരെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. നമുക്കത് ഇപ്പം തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ.